നമസ്കാരം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. വീഡിയോ കേട്ടതിൽ നിന്ന് കുറച്ച് ക്ലാരിറ്റി കുറവ് അത് കേൾക്കുന്ന ആളുകൾക്കുണ്ടെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് വീണ്ടും ഞാൻ വേറൊരു വീഡിയോ കൂടെ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു വന്നതായ ആശയം ഇതാണ്. അതായത് എൻ്റെ അയൽവക്കത്ത് തന്നെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ AAA കഴിഞ്ഞു. അവന് ജിയോളജിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അവൻ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അവനോട് വന്ന് എന്നോട് ഒരിക്കൽ സംസാരിക്കുകയുണ്ടായി. ചേട്ടായി, ഇവിടെ എവിടെയെങ്കിലും ഒരു ശകലം സ്ഥലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മെഷീൻ പിടിപ്പിക്കുന്നതിനാണെന്ന് പറഞ്ഞാൽ, ചെന്തിൻ്റെ മെഷീനാണെന്ന് വെച്ചാൽ അവൻ അന്ന് എന്നോട് പറഞ്ഞത് ഈ എർത്ത് കോയ്ക്ക് അല്ലെങ്കിൽ ഭൂചലനം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യുന്നൊരു മെഷീനാണ്. അപ്പോൾ അത് പല സ്ഥലങ്ങളിൽ ഇവർ പിടിപ്പിക്കുമെന്ന് പറഞ്ഞു. ഭൂമിയുടെ ഓരോ ഏരിയയിൽ ഇവർ പിടിപ്പിക്കും. അതേതെങ്കിലും ഒരു വീട്ടുകാരോട് അനുവാദം ചോദിച്ചിട്ട് അവരുടെ പറമ്പിലോ അവരുടെ വീടിനോട് ചേർത്തൊക്കെ ആയിരിക്കും ഇത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീഡിങ് ഇവർക്ക് എപ്പോഴും അറിയാൻ പറ്റും. ഇവരുടെ ഓഫീസിലിരുന്ന് കഴിഞ്ഞാൽ ഓരോ ഏരിയയിൽ ഇതിൻ്റെ ഭൂചലനത്തിൻ്റെ റീഡിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവിടെ അത് അളക്കാൻ സാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഈ ഏരിയയിൽ ഭൂചലനം ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ഇവർ മനസ്സിലാക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വർഷകാലമാകുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയ ഏതാണെന്നറിയാം, ഇമ്മീഡിയറ്റ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഏരിയ ഏതാണെന്നുള്ളത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ അലേർട്ടാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അന്നേരം ആ ഏരിയയിലുള്ള ആൾക്കാരെ ലൊക്കേറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മരങ്ങാട്ടുള്ളി പഞ്ചായത്തിൽ ഇലക്കാടാണെങ്കിൽ ഇലക്കാട് ആ ഏരിയയിലുള്ള ആ ഒരു സർക്കിളിലുള്ള മൊബൈൽ നമ്പർ ആ ഫാമിലികളിലെല്ലാം ഡീറ്റെയിൽ ഇവർക്കുണ്ടാവുമല്ലോ. അപ്പോൾ ആ നമ്പറുകളിലേക്ക് ഇമ്മീഡിയറ്റ് അലേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റ് അവർക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ സാധിക്കും. അതായത് ഇത്ര സമയത്തിന് ഉരുൾപൊട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ഇവർക്ക് അതിൻ്റെ റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ജനങ്ങൾക്ക് പാസ് ചെയ്ത്, ഇപ്പോൾ ഈവൻ വയനാട്ടിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇപ്പം മുണ്ടക്കൈ ഏരിയയിലുള്ള ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മൊബൈൽ അലേർട്ട് ചെല്ലുകയും രക്ഷപ്പെടാനായിട്ടുള്ള സമയം അവർക്ക് ഒരു 10, 20, 30 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് എന്ത് ചെയ്യാം, അവർക്ക് വണ്ടിയുള്ളവർക്ക് വണ്ടി എടുത്തോ അല്ലാതെയോ ഓടിയോ രക്ഷപ്പെടാനല്ലോ സേഫായ സ്ഥലത്തേക്ക് മാറാനുള്ളൊരു സാഹചര്യം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ഈ ഇതുകൊണ്ട് ഇവർക്ക് ഇത് റീഡിങ് വെച്ചിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇമ്മീഡിയറ്റ് ജനങ്ങളിലേക്ക് ഒരു ഇൻഫർമേഷൻ, നമ്മൾ വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് ആ ദുരന്തത്തിൻ്റെ പുറകെ നമ്മൾ രക്ഷാപ്രവർത്തനമായിട്ട് നടന്ന് അതിനുവേണ്ടി ഫണ്ട് വിനിയോഗിക്കാൻ നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫണ്ട് കൊടുത്ത് ജനങ്ങളിലെ സേഫ്റ്റി ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു സന്ദേശമാണ് ഞാനിതിലൂടെ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ ഇസ്രയേലിൻ്റെ കാര്യം പറഞ്ഞത്. ഇസ്രയേൽ എന്ന രാജ്യം ശത്രുക്കളുടെ നടുവിൽ കിടന്നിട്ട് അവർക്കെതിരെ ഒരു മിസൈൽ വരുമ്പോൾ മിസൈൽ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് അവിടെയുള്ള ആളുകളുടെ മൊബൈലിലേക്ക് അലേർട്ട് വരികയാണ്, ബങ്കറിൽ കയറണം എന്നുള്ള നിർദ്ദേശമായിട്ട്. കാരണം അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനുള്ള ടെക്നോളജീസ് ഉണ്ട്. നമ്മളത് ഡെവലപ്പ് ചെയ്യുക, നമ്മളത് വളർത്തുക, എങ്കിൽ മാത്രമേ നമ്മുടെ ജനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സേഫ് ആയിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. പിന്നെ അനുസരണം ഇല്ലാതെ പോയി കയറുന്ന ആളുകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പെട്ടെന്നൊരു കലാമിറ്റി വന്നാൽ ആ ആളുകളെ രക്ഷിക്കുന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് ക്യാമറ. ആളുകൾ പാർക്കുന്ന ഏരിയയിലും വിജനമായ സ്ഥലങ്ങളിലൊക്കെ സർക്കാർ തന്നെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിരീക്ഷണത്തിൽ ഒത്തിരി കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ടെക്നോളജി നമുക്കതിനുള്ള ടെക്നോളജീസ് ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക, അതിൻ്റെ സംവിധാനങ്ങൾ ഉണർത്തുക. ഈവൻ നരേന്ദ്രമോദി പോലും നമ്മുടെ രാജ്യത്തെ നോട്ട് മാറ്റി ഡിജിറ്റലാക്കി കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പുള്ളി പറയുന്നു. പല പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യമായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ആയിട്ടില്ല. ഈ ദുരന്തം ഓരോ പ്രാവശ്യം ഉണ്ടാകുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ കൂടെ അലേർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് കുറേ എന്ത് ചെയ്യാം, ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള ഭരണാധികാരികളാണെങ്കിലും സർക്കാരാണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള വഴികൾ കൂടുതലായിട്ട് തുറക്കുക. അങ്ങനത്തെ ടെക്നോളജി നമ്മുടെ രാജ്യത്തല്ല സംസ്ഥാനത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അങ്ങനെ വലിയൊരു കലാമിറ്റിയിൽ നിന്ന് ജനങ്ങളെ നമുക്ക് മാക്സിമം സേവ് ചെയ്യാൻ സാധിക്കും. വയനാട് ദുരന്തം ഇന്നും നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരു ദുരന്തമാണ്. അതിൽ ആ നേഴ്സിൻ്റെ സൗണ്ട്, ഫോണിലുള്ള സംസാരം, ഈ കഴിഞ്ഞിടെയും നമ്മളത് സോഷ്യൽ മീഡിയ വഴി ഞാനത് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അന്ന് തൊട്ടുള്ള ആ ഒരു ചിന്ത നമ്മുടെ അപ്പം നല്ല മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ വളരെ ലേറ്റായിട്ടാണ് ഉറങ്ങുന്നത്. ഞാൻ വളരെയേറെ ശ്രദ്ധിച്ചിരിക്കും. നമുക്കിവിടെ പ്രശ്നമുള്ള ഏരിയ അല്ലെങ്കിൽ പോലും ഒരു അസ്വാഭാവികത തോന്നുന്ന സമയങ്ങളിൽ നമ്മൾ അലേർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ഇതെൻ്റെ ഒരു എളിയൊരു അഭിപ്രായമാണ്. കാണാൻ വീണ്ടും അടുത്ത വീഡിയോയുമായി. അതുവരേക്കും ബൈ.